ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? നമ്മൾ ഇന്നുള്ളത് ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറഞ്ഞൊരു മോളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, PF ചങ്സ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഡിഷസ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് സമയം അധികം കളയണ്ട, നമുക്ക് ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണുമ്പോൾ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണെന്ന് വിചാരിച്ചത്, പക്ഷേ പ്ലാസ്റ്റിക് അല്ല, ഇത് ശരിക്കും ഒറിജിനൽ പ്ലാന്റ്സ് ആണ്. അത് ഒറിജിനൽ ആണോ പ്ലാസ്റ്റിക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ലീഫിൽ പിടിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലായത് പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ ആണെന്ന് കേട്ടോ. പക്ഷെ അത് നിൽക്കുന്നുണ്ട്, ശരിക്കും നല്ല ഭംഗിയുണ്ട്, പ്ലാസ്റ്റിക് പോലെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് മുമ്പിലെത്തി. ഇവിടെ ആദ്യം തന്നെ നോക്കിയ ഒരു വലിയ കുതിര, ഈ സൈഡിൽ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ വശത്തുണ്ട് ഒരു വലിയൊരു കുതിര. നോക്കിയാൽ കുഞ്ഞൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ അതിന് മുമ്പിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കണ്ടില്ലേ, ഞാനിപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ കുതിര. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കേട്ടോ. നോക്കുമ്പോൾ അത് നോക്കിയാൽ നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാർ പോലത്തെ 2-3 പ്രതിമകളിരിക്കുന്നു. നമ്മുടെ പണ്ടത്തെ പഴശ്ശിരാജയുടെയൊക്കെ പോലെ ഉണ്ട്. മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ചൈനക്കാരും ജപ്പാനീസൊക്കെ ഇങ്ങനെ ഒരു കെട്ടലുണ്ടല്ലോ. അപ്പോൾ ആ ടൈപ്പ് അവിടുത്തെ ഏതെങ്കിലും വലിയ രാജാവോ വലിയ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഇതാണ് കേട്ടോ അതിൻ്റെ മെയിൻ എൻട്രൻസിലുള്ള വ്യൂ, ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ആ 2 കുതിരകൾ സൈഡിലായിട്ട് ഫ്രണ്ടിലിങ്ങനെ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. ഇനി എന്തൊക്കെയാണ് എൻ്റെ ഡിഷസ് നോക്കാം. ഇതാണ് അവരുടെ മെനു. കുറേ എന്താ പറയുക, ഇതിനകത്ത് കാണുമ്പോൾ ഇതിനകത്ത് നിന്ന് ഏത് ചൂസ് ചെയ്യാൻ, നമുക്കിതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്നറിയില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിൽ ആ മെനുവിൻ്റെ ഫുൾ പേജസ് ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് പ്രോൺസും മീറ്റ്സും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ, ഷുഷിയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. പക്ഷേ ഷുഷി ഒന്നും ട്രൈ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. തീരെ പ്രതീക്ഷിക്കാതെ കയറിയതാണ്. അങ്ങനെ അവിടെ നോക്കിയാൽ അവിടുത്തെ ഡിസ്പ്ലേയിൽ ഇവിടുത്തെ ഫുൾ ഡിഷസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഫുൾ നെറ്റ് പോലെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ വക ഒരു ഹായ്. നമ്മുടെ മുമ്പിലൊരു പ്ലേറ്റ് എത്തി. പിന്നെ 3 ടൈപ്പ് സോസുകൾ അവർ സൈഡിൽ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആ വൈറ്റ് കളറിലെ സോസ് നല്ല സ്പൈസി ആയിട്ടുള്ള സോസാണ്. അങ്ങനെ നമ്മൾ മെയിൻ ഡിഷിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് എടുത്തതാണ്. ഇവിടുത്തെ ലൈറ്റ്സൊക്കെ കണ്ടില്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. സ്റ്റാർട്ടറായിട്ട് സ്റ്റീംഡ് ഡബ്ലിങ്സ് ആണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് എടുക്കാൻ നോക്കി. ആദ്യം എടുത്തപ്പോൾ വന്നേ, അത് കഴിഞ്ഞിട്ട് ആ സോസ് അതിൻ്റെ അകത്തായി കഴിഞ്ഞപ്പോൾ പിന്നെ എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിൽ പല സർക്കസ് കളിക്കുമെങ്കിലും ആദ്യമായിട്ട് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി ചോപ്പ് സ്റ്റിക്ക് വെച്ച് എടുക്കുന്നത്. ഒരു കണക്കിന് അതെങ്ങനെ വായിലാക്കും എന്നുള്ള ആലോചനയിലായിരുന്നു. അത് അവസാനം അത് വായിൽ കിട്ടി, അതിൻ്റെ ഒരു സന്തോഷപ്രകടനമാണ് കേട്ടോ. പിന്നെ ഇത് നൂഡിൽസാണ്, മിക്സഡ് നൂഡിൽസാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഹസ്ബൻഡ് പറഞ്ഞത് ഫ്രൈഡ് റൈസ് ആയിരുന്നു, ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതിനകത്ത് ബീഫ്, പിന്നെന്താ പ്രോൺസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, മഷ്റൂം ഉണ്ട്, അങ്ങനെ പിന്നെ കുറച്ച് വെജിറ്റബിൾസും. അങ്ങനെ അത് ആണ് ഈ നൂഡിൽസിലുണ്ടായിരുന്നത്. ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് മാത്രമായിരുന്നു. നമ്മളുടെ മസാലയുടെ എക്സാക്റ്റ് ടേസ്റ്റ് അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഇത് ചിക്കനാണ് കേട്ടോ. സൈഡ് ഡിഷായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്റ്റ് അതേ ടേസ്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. അത്യാവശ്യം നല്ലതൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു അറബിക് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ് കണ്ടു. അതിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റും മനോഹരമായ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ, ബൈ.